ഹലോ എവരിവൺ. നമ്മൾ ഡേ 1 എന്താണ് പഠിച്ചത്? എങ്ങനെ ക്യാൻഡിൽ സ്റ്റിക്ക് ഫോം ആവുന്നതെന്ന്. അതിനൊരു 4 പാർട്സും ഉണ്ടെന്നും പഠിച്ചു. എന്താ? ഓപ്പണുണ്ട്, ക്ലോസും ഉണ്ട്, ഹൈയും ഉണ്ട്, ലോയും ഉണ്ട്. അതല്ലാണ്ട് നമുക്ക് ക്യാൻഡിലിന് ഒരു ബോഡി രൂപപ്പെടുന്നുണ്ട്. അത് ബോഡിക്ക് പുറമെ ചില ഭാഗത്ത് ബോഡി ആയിട്ടല്ല, ചില നീണ്ടിരിക്കുന്നൊരു കോല് പോലെ കാണാൻ പറ്റും. അപ്പോൾ അത് വിക്കെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചും കൂടിയാണ് പഠിക്കാൻ പോകുന്നത്. അതെങ്ങനെ യൂസ് ചെയ്യും, അതെന്താണ് സൂചിപ്പിക്കുന്നതെന്നും കൂടി നമ്മൾ പഠിക്കും. ഓക്കെ ഗൈസ്. പിന്നെ നമ്മൾ രണ്ട് തരം ക്യാൻഡിലുള്ളത്. ഒന്ന് ഗ്രീൻ ക്യാൻഡിലും റെഡ് ക്യാൻഡിലും. ഇപ്പം ഞാൻ ഗ്രീൻ ക്യാൻഡിലിനെ ആദ്യം എടുത്തേക്കുക. അതിൽ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഇതിൽ ഓപ്പൺ പഠിച്ചു, ക്ലോസ് പഠിച്ചു, ഹൈയും പഠിച്ചു, ലോയും പഠിച്ചു. ഇത്രയും നിങ്ങൾക്കറിയാലോ. അടുത്തത് നമ്മൾ വിക്കാണ്. 2 തരം വിക്കുണ്ട്. അപ്പർ വിക്കും ലോവർ വിക്കും. ഒരു ബോഡി ഉണ്ട്. ആ ബോഡിയുടെ രണ്ട് വശത്തുമായിട്ട് ഒരു കോല് കുത്തി വെച്ചേക്കുന്നു. അതായത് മുകളിലാണെങ്കിൽ അതിന് അപ്പർ വിക്കെന്നും താഴെയാണെങ്കിൽ ലോവർ വിക്കെന്ന് പറയും. വേണമെങ്കിൽ ഷാഡോ എന്നും പറയാം. ഒരു നിഴൽ പോലെ മാത്രമേ കാണുള്ളൂ, ബോഡി വലുതായിട്ട്. നിങ്ങൾ റെഡ് ക്യാൻഡിൽ നോക്കി കണ്ടോ? സെയിം തന്നെ, അപ്പർ വിക്കും ലോവർ വിക്കും. അപ്പർ വിക്കും ലോവർ വിക്കിനും മാറ്റമില്ല. റെഡ് ആണെങ്കിലും ഗ്രീൻ ക്യാൻഡിലാണ് സെയിം ആണ്. പക്ഷേ റെഡ് ആണെങ്കിലും ഗ്രീൻ ക്യാൻഡിലാണെങ്കിലും വ്യത്യാസം എന്താണ്? ഓപ്പണും ക്ലോസും. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അതിൻ്റെ ബേസിലാണ് റെഡ് ക്യാൻഡിലും ഗ്രീൻ ക്യാൻഡിലും നമ്മൾ തിരിച്ചറിയുന്നത്. ഇതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് നോക്കാം. ഇപ്പം റെഡ് ക്യാൻഡിൽ കണ്ടോ? റെഡ് ക്യാൻഡിലും ഗ്രീൻ ക്യാൻഡിലും മുകളിലൊരു വിക്കുണ്ട്, അതായത് ഷാഡോ പോലെ. അതിന് അപ്പർ വിക്ക് എന്ന് പറയും. ഈ അപ്പർ വിക്ക് വരാൻ കാരണം അതായത് ക്യാൻഡിൽ പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് താഴത്തേക്ക് സെല്ലേഴ്സിൻ്റെ പ്രഷർ വരുന്നതുകൊണ്ടാണ് അപ്പർ വിക്ക് രൂപപ്പെടുന്നത്. അവിടെ അപ്പർ വിക്കിൽ ആരാ കാണുന്നത്? സെല്ലേഴ്സ് ആയിരിക്കും കാണപ്പെടുന്നത്. അവർ പ്രൈസ് താഴത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ട്, അതായത് ശക്തമായി താഴത്തേക്ക് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പർ വിക്ക് ഉണ്ടാകുന്നത്. അതായത് ഇപ്പം നമ്മളൊരു ചാർട്ട് എടുക്കുകയാണെങ്കിൽ ആ ചാർട്ടിൽ ഒരു ക്യാൻഡിൽ അപ്പർ വിക്ക് വരുവാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? സെല്ലേഴ്സ് ഉണ്ടായിരിക്കും. നിങ്ങൾ മനസ്സിൽ വന്നിരിക്കണം. അതുപോലെ താഴെ ലോവർ വിക്ക് വരുന്നുണ്ടല്ലോ. ലോവർ വിക്ക് കാരണം ബയ്യേഴ്സാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ബോഡി ഫുള്ള് വരെ വന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ബയ്യേഴ്സ് താഴേന്ന് മുകളിലേക്ക് പ്രഷർ ചെയ്യുന്നു, കൂടുതൽ ബൈ എടുക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ ലോവർ വിക്ക് വരുന്നത്. അപ്പോൾ ലോവർ വിക്ക് കണ്ടാൽ നമ്മൾ ആരെ വിചാരിക്കണം? ബയ്യേഴ്സിനെ. നമ്മൾ അപ്പർ വിക്കും ലോവർ വിക്കും പഠിച്ചല്ലോ. അതെങ്ങനെയാണ് ഞാൻ ഇന്നത്തെ നിഫ്റ്റിയിൽ എടുത്ത് കാണിച്ചു തരാം. അത് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മൈൻഡിൽ എന്താണ് വരേണ്ടതെന്നും നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാവും. ഇത് കണ്ടോ ഗൈസ്, ഇന്ന് 8 ജൂലൈ 2026 നിഫ്റ്റിയിലുണ്ടായ ഇതാണ്. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ അപ്പർ വീക്ക് കണ്ടോ, അതായത് ലോവർ വീക്ക് കണ്ടോ? ലോവർ വീക്ക് മാർക്കറ്റ് താഴെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ലോവർ വീക്ക് ക്രിയേറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് അവിടെ ബയ്യേഴ്സ് വന്ന് നിർത്തും. അപ്പോൾ ബയ്യേഴ്സ് വന്ന് പതുക്കെ മൂവ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു അപ്പർ വീക്കിൻ്റെ കണ്ടോ, അവിടെ വരെ എത്തിയപ്പോഴേക്കും അപ്പർ വീക്കിൽ സെല്ലേഴ്സ് വന്നതിൻ്റെ കണ്ടോ, വലിയൊരു അപ്പർ വീക്ക് വന്നു. പിന്നെ ഒരു അപ്പർ വീക്ക് വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ സെല്ലേഴ്സ് ആക്റ്റീവായി. ബയ്യേഴ്സിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ബേസിൽ നോക്കി ഇന്ന് വലിയൊരു അപ്പർ വീക്ക് വന്നതിൻ്റെ ബേസിൽ അപ്പോൾ നമുക്ക് സെല്ലേഴ്സ് അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. മാർക്കറ്റ് കണ്ടോ, മാർക്കറ്റ് ഇടിഞ്ഞ് ദൂരം പോയി നോക്കുക. ഇന്ന് ഭയങ്കര വലിയൊരു ഇട് തന്നെയാണ് നിഫ്റ്റിയിൽ ഉണ്ടായത്. നമുക്കിങ്ങനെ അപ്പർ വീക്കും ലോവർ വീക്കും വരുമ്പോൾ മൈൻഡ് വരേണ്ടത് ബയ്യേഴ്സ് സെല്ലേഴ്സ് അവിടെ ആക്റ്റീവ് ആണെന്നാണ്. ഇവിടെ മെയിനായിട്ട് ഉണ്ടാവും. ചെറിയൊരു അപ്പർ വീക്ക് ലോവർ വീക്കേ വന്നുള്ളൂ. പക്ഷേ ബാക്കിയുള്ള അപ്പർ വീക്ക് കുറേ 2-3 ക്യാൻഡിലിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സെല്ലേഴ്സ് കൂടുതലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. പിന്നെ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്ക് വന്നതിൻ്റെ ബേസിൽ മാത്രം ട്രേഡ് ചെയ്യൽ. നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. അതിൻ്റെ ബേസിൽ മാത്രമേ ചെയ്യാവുള്ളൂ. ഇത് മാത്രം കൺസിഡർ ചെയ്യരുത്. പിന്നെ നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ പേടി കാരണം ആ ഡ്രീം മാറ്റി വെക്കരുത്. ആ ഡ്രീമിന് വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അതിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യണം. നമ്മൾ ഗ്രാജുവലി അത് ഇമ്പ്രൂവ് ചെയ്ത് ഇപ്പോൾ എന്താണെങ്കിലും ആ ഡ്രീമിന് വേണ്ടി എന്ത് ചെയ്താണെങ്കിലും കുറേ നാൾ കഴിയുമ്പോൾ ഇമ്പ്രൂവ് ആകും. ഓട്ടോമാറ്റിക്കലി നമുക്ക് പേടി പോയി അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവരുടെ ഡ്രീം അച്ചീവ് ആകട്ടെ. നമുക്ക് അടുത്ത സെക്ഷനുമായിട്ട് പിന്നെയും കാണാം. ഓക്കെ, ബൈ.